മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ എടവണ്ണ സ്വദേശി റഹീം അസ്ലം പോലീസ് കസ്റ്റഡിയിലാണ്. പെൺകുട്ടികളെ മുംബൈയിലേക്ക് നാടുവിടാൻ സഹായിച്ചത് റഹീം അസ്ലമാണെന്നാണ് പോലീസ് പറയുന്നത്. മുംബൈയിൽ നിന്ന് കണ്ടെത്തിയ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ താനൂരിലെത്തിക്കും. പെൺകുട്ടികളെ കണ്ടെത്തിയതിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പോലീസിനെ അഭിനന്ദിച്ചു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സമീർ, വിശദാംശങ്ങൾ. പോലീസ് കസ്റ്റഡിയിലെടുത്ത റഹീം അസ്ലമിനെ നിലവിൽ താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് താനൂർ ഡിവൈഎസ്പി ഓഫീസിലാണ്. ഇവിടെയാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് റഹീം അസ്ലം തന്നെയാണ് എന്ന് പോലീസിനോട് പ്രതി സമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. ഇനി അടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുക. ആ കുട്ടികളെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. അങ്ങനെ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ വിശദമായ മൊഴി പോലീസും CWCയും രേഖപ്പെടുത്തും. രഹസ്യമൊഴിയായിരിക്കും CWC രേഖപ്പെടുത്തുക. അങ്ങനെ അതിൽ എന്തെങ്കിലും ഗുരുതരമായ മറ്റെന്തെങ്കിലും പരാതികൾ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ അതും കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും റഹീം അസ്ലമിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയും റഹീം അസ്ലമിനെതിരെയുള്ള കാര്യമായ നടപടിയിലേക്കും പോലീസ് കടക്കുക. നിലവിൽ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന കണക്കിൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കേസായിരിക്കും സ്വാഭാവികമായും ഇയാൾക്കെതിരെ നിലവിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുക. നിലവിൽ അവരുമായുള്ള പോലീസ് സംഘം കണ്ണൂർ പാസ് ചെയ്തു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് കുട്ടികൾക്ക് നൽകും, മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകും. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഫേസ്ബുക്കിലൂടെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പോലീസിനെയും അഭിനന്ദിച്ചും അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്.